ദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മരുന്നുകളുടെ നേരിയ തോതിൽ പ്രതികരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് MT ഉള്ളത്. MS അനീഷ് കുമാർ ചേരുന്നു. കോഴിക്കോട് നിന്ന് ആശുപത്രിയുടെ മുൻപിൽ നിന്നാണ് അനീഷ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ഈ മലയാളം മുഴുവൻ, കേരളം മുഴുവൻ കാത്തിരിക്കുന്നത് MT വാസുദേവൻ നായർ അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചുവരുന്നു എന്നുള്ള വാർത്ത കേൾക്കാനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പുരോഗതിയിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കാനാണ്. എന്താണ് നിലവിലെ സാഹചര്യം? എപ്പോഴത്തേക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും? നമ്മളും അങ്ങനെ തന്നെ ആഗ്രഹിച്ചാണ് ആശുപത്രിയുടെ മുൻവശത്ത് നിൽക്കുന്നത്. എന്തായാലും ചെറിയ രീതിയിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന ഇന്നലത്തെ രീതി അതേ രീതിയിൽ തന്നെ ഇന്നും തുടരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ ആശുപത്രിയിലെ വിദഗ്ധ സംഘം അടങ്ങുന്ന ഡോക്ടർമാർ യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് നിലവിലെ ചികിത്സ അതേ രീതിയിൽ തന്നെ തുടരുക എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. കാരണം ചില പോസിറ്റീവ് സൈനുകൾ ലഭിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ആശുപത്രിയിൽ നിന്നും വിശദീകരണം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യ അവസ്ഥ വ്യക്തമാക്കിക്കൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. എന്തായാലും കഴിഞ്ഞ ദിവസത്തേക്കാൾ, അതായത് ആദ്യ ദിവസം എത്തിച്ചതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് അദ്ദേഹം നീങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൈകാലുകളിൽ നേരിയ ചലനം ദൃശ്യമാണ്. ഒപ്പം കൺപോളകൾ ചെറുതായി അടച്ചു തുറക്കുന്നു എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അതുകൊണ്ട് മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നു എന്ന ലക്ഷണം തന്നെയാണ് കണ്ടു വരുന്നത്. എന്തായാലും രാവിലെ തന്നെ പരിശോധനകൾ നടത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കമുള്ള ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു. ചില രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ ഇടയ്ക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാനായി എത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥ സംബന്ധിച്ച് എന്തായാലും അല്പസമയത്തിനകം നമുക്ക് ഇന്നത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും. അനീഷ്, എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായി വന്നതിന് ശേഷം ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ് എന്നറിയാൻ സാധിക്കും. പക്ഷെ അപ്പോൾ പോലും മരുന്നുകളോട് അദ്ദേഹം നേരിയ രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ആശ്വാസം തന്നെയാണ്. നമുക്ക് പ്രതീക്ഷയാണ്, മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തിരിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ആ ഒരു ചെറിയ വാർത്ത പോലും നൽകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരൊക്കെ എത്തുന്നുണ്ട്. ഇന്ന് അത്തരത്തിൽ ആരെങ്കിലും ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്? എന്താണ് അറിയാൻ സാധിച്ചത് അനീഷ്? ഇന്ന് കൃത്യമായി ഇനിയും പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്രതീക്ഷിതമായാവും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും ഉറപ്പായിട്ടും ആളുകൾ എത്താൻ ഉള്ള സാധ്യതകൾ തന്നെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നു, ചെറിയ ഒരു പോസിറ്റീവ് സൈൻ ലഭിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നും പുറത്തു വരുന്ന സാഹചര്യത്തിൽ എന്തായാലും 2-3 ഘടകങ്ങൾ ഈ കാര്യത്തിൽ ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ചും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും അനുകൂല ഘടകമായി ആശുപത്രി അധികൃതർ വിലയിരുത്തുന്നത്. കാരണം 15-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ചികിത്സയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. രണ്ടാമതാണ് ഈ ശരീരചലനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ കൈകാലുകൾ അനക്കാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ കൈകാലുകളിലെ ഒരു ചലനം ദൃശ്യമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കൺപോളുകൾ തുറക്കുന്ന മറ്റൊരവസ്ഥയും. കാരണം ആദ്യത്തെ ഒരു 2 ദിവസത്തോളം പൂർണ്ണമായ ഒരു അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹം കഴിയുന്നത്. അവിടെ നിന്നും ഒരു ചെറിയ മാറ്റം എന്ന രീതിയിൽ തന്നെയാണ് പുതിയ ഈ ചലനത്തെ വിലയിരുത്തുന്നത്. ഒപ്പം ഈ നഴ്സുമാർ വിളിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു ഞരക്കം അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു, ഒരു മൂളൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ഈ 3 ഘടകങ്ങളും അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു പൂർണ്ണമായ മാറ്റം അല്ലെങ്കിൽ ഒരു പൂർണ്ണ ഭേദമാകൽ എന്ന രീതിയിലേക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പലപ്പോഴും മുമ്പും ഇതുപോലെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. അന്നും അദ്ദേഹം ആരോഗ്യവാനായി മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് ബന്ധുക്കളും അദ്ദേഹത്തിന്റെ ആരാധകരും സാഹിത്യ ലോകവും ഒക്കെ. സാഹിത്യകാരന്മാർ പലരും അദ്ദേഹത്തെ വന്ന് കണ്ട് സന്ദർശിച്ച് പോകുമ്പോഴും അവർ വലിയൊരു ശുഭാപ്തി വിശ്വാസമാണ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ആദ്യ ദിനങ്ങളെക്കാൾ, അതായത് മിനിയാന്നുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പോസിറ്റീവായി കാര്യങ്ങൾ നീങ്ങുന്നു, മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നത് തന്നെയാണ് ആശുപത്രി നൽകുന്ന വിവരം. പക്ഷെ അപ്പോഴും ഓർക്കുക, അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഉള്ളത്.
തീർച്ചയായും എന്തായാലും ചെറിയ ആശ്വാസത്തിന്റെ വാർത്തകൾ കോഴിക്കോട് നിന്ന് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും അത് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് 10 മണിയോട് കൂടിയുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ വരണം. എന്തായാലും മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ തന്നെയാണ് മലയാളം മുഴുവൻ ആഗ്രഹിക്കുന്നതും. എം എസ് അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത